താമസിക്കുന്ന മുറി ചുരുങ്ങുകയാണെന്ന് തിരിച്ചറിഞ്ഞ മൈക്കിന് എന്തോ വലിയ അപകടം മണത്തു. ജനലിനും വാതിലിനുമിടയിൽ വലിച്ചുകെട്ടിയ കയർ പിറ്റേന്ന് അയഞ്ഞുകിടക്കുന്നത് കണ്ടതോടെ ദൂരപരിധി കുറഞ്ഞെന്നും കെട്ടിടം ശരിക്കും ചെറുതാകുകയാണെന്നും അവന് ബോധ്യമായി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പടവുകൾ കാണാനില്ലായിരുന്നു. ഇടനാഴികളെല്ലാം ചുവരുകളിൽ അവസാനിക്കുന്നു. കെട്ടിടത്തിന്റെ സ്പന്ദനവും പൈപ്പുകളുടെ വിറയലും ശ്രദ്ധിച്ച മൈക്കിന് അതൊരു വലിയ ഹൃദയമിടിപ്പ് പോലെ തോന്നി. പെട്ടെന്ന് തറയ്ക്കടുത്തുള്ള വാതിലുകൾ തുറന്ന് വാദ്യഘോഷങ്ങളുമായി ഒരു സംഘം പുറത്തുവന്ന് മൈക്കിനെ പിന്തുടർന്നു. അവരിൽ നിന്ന് രക്ഷപ്പെട്ട് രണ്ടാമത്തെ നിലയിലെത്തിയ അവൻ അവിടെ 10 വർഷമായി കഴിയുന്ന ഒരു വൃദ്ധദമ്പതികളുടെ മുറിയിൽ അഭയം പ്രാപിച്ചു. അവർ നൽകിയ മാപ്പുമായി പുറത്തിറങ്ങിയ മൈക്കിന് അവർ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് സംശയം തോന്നി. പെട്ടെന്ന് ലൈറ്റുകൾ മിന്നുകയും ഒരു സ്ത്രീ കടന്നുപോയതിനു പിന്നാലെ കുട്ടികൾ വന്ന് അവന്റെ പെട്ടി തട്ടിയെടുത്ത് ഒരു ശൂന്യമായ മുറിയിലേക്ക് ഓടിമറയുകയും ചെയ്തു. വീണ്ടും ആ വിചിത്ര സംഗീതം മുഴങ്ങിയതോടെ വാദ്യസംഘത്തെ ഭയന്ന് മൈക്ക് വിളമ്പുകാരുടെ കൂടെ ഒരു കൂറ്റൻ അടുക്കളയിലെത്തി. കെട്ടിടം ചുരുങ്ങുന്ന കാര്യം അവിടെയുള്ളവരോട് പറഞ്ഞെങ്കിലും അവർ അവനെ ഭ്രാന്തനെന്ന് വിളിച്ച് പുറത്താക്കി.